നമസ്കാരം. ഖത്തറിലെ വ്യോമതാവളത്തിലേക്ക് വരികയായിരുന്ന അമേരിക്കൻ വ്യോമസേനയുടെ ടാങ്കർ യുദ്ധവിമാനം കാണാതായി. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ എന്ന ടാങ്കർ യുദ്ധവിമാനമാണ് കാണാതായിരിക്കുന്നത്. UAE അൽ ദഫ്ര വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം ഖത്തറിന്റെ ആകാശത്ത് വെച്ചാണ് കാണാതായത്. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതിന് തൊട്ടുമുമ്പ് 7700 എന്ന അപായ സന്ദേശം വിമാനത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇറാന്റെ സമീപ പ്രദേശത്ത് വെച്ചാണ് വിമാനം അപായ സൂചന നൽകിയതെന്ന് ഫ്ലൈറ്റ് റഡാർ 24നെ ഉദ്ധരിച്ച് തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എങ്കിലും ഖത്തറിന് മുകളിലോ ഹോർമുസിന് സമീപമോ യുദ്ധവിമാനം തകരുകയോ അപകടത്തിൽപ്പെടുകയോ ചെയ്തതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. മേഖലയിലെ സംഘർഷങ്ങൾക്കിടയിൽ GPS ഇലക്ട്രോണിക് ജാമിംഗ് നടക്കുന്നത് സാധാരണമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ റഡാർ സിഗ്നലുകൾ നഷ്ടപ്പെടുകയോ 7700 എന്ന കോഡ് തെറ്റായി രേഖപ്പെടുത്തുകയോ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. നിലവിൽ വിമാനം തകർന്നു വീണു എന്നതിന് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സാങ്കേതിക തകരാറാണോ അതോ മറ്റ് അനിഷ്ട സംഭവങ്ങളാണോ ഉണ്ടായതെന്ന് വ്യക്തമല്ല. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലൊന്നാണ് ഖത്തറിലെ അൽ ഉദൈദ്. മേഖലയിലെ വ്യോമ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന വിമാനമാണ് കാണാതായിരിക്കുന്നത്. സംഭവത്തിൽ അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിലെ സൈനിക നീക്കങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനായി മധ്യപൂർവേഷ്യയിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ വിമാനം എന്നാണ് റിപ്പോർട്ട്. ലാൻഡിങ്ങിനായി താഴേക്കിറങ്ങുന്നതിന് മുൻപ് വിമാനം കുറച്ചുനേരം വട്ടമിട്ട് പറന്നതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ വ്യക്തമാക്കുന്നു. അപായ സന്ദേശം നൽകാനുള്ള കൃത്യമായ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇറാനും പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ ശത്രുക്കളുടെ ആക്രമണം സംഭവത്തിന് പിന്നിലില്ലെന്നാണ് വിവരം. വിമാനത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് US സൈന്യവും ഇതുവരെ ഔദ്യോഗിക പ്രസ്താവനകളൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൈനിക വിമാനമാണ് KC-135 സ്ട്രാറ്റോ ടാങ്കർ. ചിറകുകൾക്ക് താഴേക്ക് ഘടിപ്പിച്ചിട്ടുള്ള 4 ടർബോഫാൻ എഞ്ചിനുകളാണ് ഇതിന് കരുത്ത് പകരുന്നത്. ഇന്ധനം നിറയ്ക്കുന്ന സംവിധാനത്തിന് മുകളിലായി ഒരു കാർഗോ ഡെക്ക് ഉള്ളതിനാൽ സൈനികരെയും യുദ്ധസാമഗ്രികളെയും ഒരുപോലെ വഹിക്കാനും വിമാനത്തിന് സാധിക്കും. കഴിഞ്ഞ 60 വർഷത്തിലേറെ US വ്യോമസേനയുടെ സുപ്രധാന ദൗത്യങ്ങളുടെ ഭാഗമാണ് ഈ വിമാനം. ബോയിങ്ങിന്റെ 376-80 ഡിസൈനെ അടിസ്ഥാനമാക്കിയാണ് KC-135 നിർമ്മിച്ചിരിക്കുന്നത്. ഇതേ ഡിസൈനിൽ നിന്നാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ബോയിങ് 707 യാത്രാ വിമാനം വികസിപ്പിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് KC-135 വിമാനങ്ങൾ ഇപ്പോഴും US വ്യോമസേനയുടെയും എയർ നാഷണൽ ഗാർഡിൻ്റെയും എയർഫോഴ്സ് റിസർവിൻ്റെയും ഭാഗമാണ്. ഈ വിമാനത്തിൻ്റെ സഹായത്തോടെ യുദ്ധവിമാനങ്ങൾ, ബോംബറുകൾ, മറ്റ് സൈനിക വിമാനങ്ങൾ എന്നിവയ്ക്ക് കൂടുതൽ സമയം വായുവിൽ തങ്ങി നിന്ന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനും സാധിക്കുന്നു. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിന് പുറമെ യാത്രക്കാരെയും ചരക്കുകളെയും വഹിക്കാനും എയ്റോ മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളിൽ പങ്കാളികളാകാനും പ്രത്യേക മെഡിക്കൽ പാലറ്റുകൾ ഉപയോഗിച്ച് രോഗികളെയോ പരിക്കേറ്റവരെയോ കൊണ്ടുപോകാനും KC-135 എന്ന ഈ ടാങ്കർ വിമാനത്തിന് സാധിക്കും. ഇത്തരത്തിലുള്ള മെഡിക്കൽ ഇവാക്യുവേഷൻ വിമാനങ്ങളിൽ വിമാനത്തിലെ ജീവനക്കാർക്ക് പുറമെ ഫ്ലൈറ്റ് നഴ്സുമാരും സാങ്കേതിക വിദഗ്ധരുമടങ്ങുന്ന ഒരു മെഡിക്കൽ ടീമിനെ ഉൾപ്പെടുത്താറുണ്ട്. ഏകദേശം 37,600 കിലോ ഭാരം ഇതിന് വഹിക്കാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്നതിനാൽ ഇവ പറക്കും പെട്രോൾ പമ്പുകളെന്നും അറിയപ്പെടുന്നു. അതേസമയം കഴിഞ്ഞ മാർച്ചിൽ പടിഞ്ഞാറൻ ഇറാഖിലുണ്ടായ ഒരു ഇറാനിയൻ ആക്രമണത്തിൽ US സൈന്യത്തിന് ഇത്തരത്തിലുള്ള ഒരു KC-135 വിമാനം നഷ്ടമായിരുന്നു. ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് ആണ് മാർച്ചിൽ നടന്ന ആ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും വ്യോമാതിർത്തിയും സംരക്ഷിക്കുന്നതിനാണ് വിമാനം വെടിവെച്ചിട്ടതെന്ന് അവർ അവകാശപ്പെട്ടതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു.